നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും, എന്നാലും ഞാൻ എല്ലാം ഒന്ന് ചോദിച്ചു പോവാം. ഓക്കെ, അതിനകത്ത് ആദ്യം പറഞ്ഞെന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? അതിന്റെ ഇക്വേഷൻ എന്താണ്? F ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പൊ രണ്ട് ബോഡീസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ തൊട്ട് അതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ, ഇനി ഇതിന്റെ മാസ് m1 ഉം ഇതിന്റെ മാസ് m2 ആണെങ്കിൽ, ഈ രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഇതിനകത്ത് ജി വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. അതിന്റെ വാല്യൂ എത്രയാ? 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിച്ചത് ആരാണ്? കാവൻഡിഷ് ആണ്. ആരാണ്? കാവൻഡിഷ് ആണ് എക്സ്പെരിമെന്റലി ജിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും. സോ എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ട് ബോഡീസിന്റെയും സെന്റേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ വഴിയാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? സെൻട്രൽ ഫോഴ്സ് ആണ്. ഇതിനെപ്പറ്റി വേറെ ഉള്ളത്, ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നമുക്കറിയാന്നുള്ളതല്ലേ ഇതെല്ലാം. സോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. So because work done by gravity depends on initial position and final position only. So it is independent of path എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഇത്രയും നമുക്ക് അതിനകത്ത് ആദ്യം വരുന്നതാണ്. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയാലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിന്റെ ലെറ്റർ ജി എന്നാണ്. ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ മതി. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇപ്പൊ നമ്മുടെ ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയുടെ മാസ് എം ആണ്, ഇതിന്റെ റേഡിയസ് ആർ ആണ്. അപ്പൊ അല്ലെങ്കിൽ ഇത് എർത്ത് ആണെന്ന് വിചാരിച്ചോളൂ. എർത്തിന്റെ റേഡിയസ് ആർ, മാസ് എം. ഇവിടെ വേറൊരു ബോഡി ഇരിക്കുന്നു, അതിന്റെ മാസ് എം ആണ്. ഈ എർത്ത് ഇതിനെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന കാരണം ഇതിന് ആക്സലേഷൻ കിട്ടും, ആ ബോഡിക്ക് ആക്സലേഷൻ കിട്ടും. ആക്സലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ജി എം ബൈ ആർ സ്ക്വയർ. ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഇതിനകത്ത് ബോഡിയുടെ മാസ് എന്ന് പറയുന്ന ടേം വരുന്നില്ല. സോ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതാണ് ഈ ഇക്വേഷന്റെ പ്രത്യേകത. സോ ലിസൺ, ഈ ഇക്വേഷനിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് എന്തിന്? ആർ സ്ക്വയറിന് അല്ലേ. ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ആർ സ്ക്വയറിന്. അപ്പൊ ഈ എർത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്പെറിക്കൽ ഷേപ്പിൽ വരച്ചെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. എർത്ത് ഇങ്ങനെ ഈ ഷേപ്പാണ് അല്ലേ. ഈ സ്ഥലങ്ങളെ പറയുന്ന പേരെന്താ? പോൾ. ഇവിടെ ഇവിടവും പോളാണ്. ഇനി ഇവിടെ ആണെങ്കിലോ ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ. അപ്പൊ ഇപ്പുറത്തെ സൈഡും എന്താണ്? ഇക്വേറ്റർ ആണ്. ഇനി നിങ്ങൾ നോക്കൂ, പോളാർ റേഡിയസ് കുറവല്ലേ. അപ്പൊ പോളാർ റേഡിയസ് കുറവാണ്. റേഡിയസ് കുറവാണെങ്കിൽ ജി കൂടുതലായിരിക്കും. അപ്പൊ പോളിൽ ജി മോർ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലല്ലേ. ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലാണ്. ആർ കൂടുതലാണെങ്കിൽ ജി കുറവായിരിക്കും. അപ്പൊ ഇക്വേറ്ററിൽ ജി ലെസ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഞാൻ ബോഡി കിടക്കുന്ന സാധനങ്ങളൊന്ന് ചോദിച്ചു പോകാം, നിങ്ങൾ പെട്ടെന്ന് പറയണം. സോ വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? Every body in the universe attracts every other body with a force. What is the equation? The force between two bodies is directly proportional to product of their masses and inversely proportional to square of distance between them എന്നാണ്. ഇനി what is the equation to calculate the force? F is equal to G m1 m2 by r square എന്നാണ്. What is G? Constant of gravitation. What is its value? 6.67 into 10 raised to minus 11 Newton meter square per kilogram square. This value was determined by Cavendish. അല്ലേ. ഇനി അടുത്തെന്താണ്? നമ്മുടെ എർത്ത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇനി അടുത്തെന്താണ്? ദിസ് ഈസ് അവർ എർത്ത്. വാട്ട് ഈസ് എ മാസ് ഓഫ് എർത്ത്? എം. റേഡിയസ് ആർ. Then this is a body of mass small m. Earth will attract that body. So due to that attraction force, the body will get acceleration. We call it acceleration due to gravity. What is the equation to calculate acceleration due to gravity? Acceleration due to gravity is equal to gm by r square. Acceleration due to gravity is inversely proportional to r square. Polar radius is less. Equatorial radius is more. So g will be more at a pole. G will be less at equator. ഇത്രയാണ് നമ്മൾ ഇത്രയും സെക്ഷനിൽ പഠിച്ചത്.
കുഴപ്പം വല്ലതും തോന്നിയോ? എളുപ്പമല്ലേ? ഇനി അടുത്ത സാധനം നോക്കൂ. അടുത്തത് ആൾട്ടിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ. ഒരു ആൾട്ടിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹൈറ്റിലുള്ള ജിയുടെ വാല്യൂ. എച്ച് ഹൈറ്റിലുള്ള ഒരു ബോഡിക്ക് എത്ര ആക്സലേഷൻ കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അവിടെ ആ ഡെറിവേഷൻ ഞാൻ ഓർമ്മപ്പെടുത്താം, ചിലപ്പോൾ ആവശ്യം വരും. ഇത് നമ്മുടെ എർത്താണ് കേട്ടോ. എർത്തിന്റെ മാസ് എത്രയാ? എം ആണ്. എർത്തിന്റെ റേഡിയസ് എത്രയാ? ആർ ആണ്. ഇനി ഒരു ബോഡി എർത്തിന്റെ സർഫസിലോ അല്ലെങ്കിൽ സർഫസിനോട് വളരെ ക്ലോസോ ആണെങ്കിൽ what is the value of acceleration due to gravity? G is equal to gm/r². ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു എച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്ന് വെച്ചോളൂ. ഈ ബോഡി ഇരിക്കുന്നത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റിലാണെങ്കിൽ what is the value of G? G at a height is equal to gm/r എന്നുള്ളത് എന്തായിട്ട് മാറും? r plus h ആയിട്ട് മാറൂലേ? സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ പണ്ട് പഠിച്ച ഡെറിവേഷൻ ആണ്. ഇനി നമ്മൾ അവിടെ ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? G/gh ഈസ് ഈക്വൽ ടു പറയൂ, ഇത് ബൈ ഇത് പറയണം, gm/r² ഡിവൈഡഡ് ബൈ ഇത്. അപ്പൊ തലയും കുത്തിയിട്ട് ഇൻറ്റു ചെയ്യുക. പറഞ്ഞോ, r plus h സ്ക്വയർ ഡിവൈഡഡ് ബൈ gm. gm ക്യാൻസൽ ആയി. സോ G/gh ഈസ് ഈക്വൽ ടു പറയൂ r plus h സ്ക്വയർ ഡിവൈഡഡ് ബൈ r² എന്നായി. ഇനി അടുത്ത ബാക്കി G/gh ഈസ് ഈക്വൽ ടു പറയൂ ഈക്വൽ ടു r plus h ഡിവൈഡഡ് ബൈ r ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ G/gh ഈസ് ഈക്വൽ ടു പറയൂ ഈക്വൽ ടു r/r എത്രയാ? 1 പ്ലസ് h/r ദ ഹോൾ സ്ക്വയർ എന്നായി. ഇനി ഇത് ക്രോസ് ചെയ്ത് ഇവിടെ കേട്ട്. അപ്പൊ G ഈസ് ഈക്വൽ ടു gh ഇൻറ്റു 1 പ്ലസ് h/r സ്ക്വയർ എന്നായി. ഇതിനകത്ത് G at a height എത്ര കണ്ടുപിടിച്ചത് നിങ്ങൾ? is equal to G divided by 1 plus h/r the whole square. ഇതാണ് നമുക്ക് വേണ്ട ഒറിജിനൽ ഇക്വേഷൻ. ഇതാണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G at a height? G at a height is equal to G divided by 1 plus h/r the whole square. ഇനി നമ്മൾ അവിടെ ഒരു അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? G at a height is equal to G, ഇതങ്ങ് മേലെ ചെല്ലുമ്പോൾ എന്താവും? 1 plus h/r റൈസ് ടു -2 എന്നാവും അല്ലേടെ? ഇനി അപ്പൊ G at a height is equal to G അതുപോലെ എഴുതി 1, ഈ -2 ഇവിടെ വരും, -2h/r അപ്രോക്സിമേറ്റ്ലി എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അടുത്തൊരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ആവശ്യം വരും ചില സിറ്റുവേഷനിൽ. അപ്പൊ ഓർത്ത് വെച്ചോണം. G at a height കാണാനുള്ള ഒറിജിനൽ ഇക്വേഷൻ പറയൂ. G ഡിവൈഡഡ് ബൈ 1 plus h/r ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി അപ്രോക്സിമേഷൻ നടത്തിയപ്പോഴുള്ള കിട്ടിയ ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചോണം. G at a height is equal to G into 1 minus 2h/r എന്നാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഇന്ന് വളരെ ക്ലിയർ ആണ്. G at a height is equal to G into 1G minus G into 2h/r എന്നല്ലേ വരിക. അപ്പോ ക്ലിയർലി ഹൈറ്റിലുള്ള ജിയുടെ വാല്യൂ 9.8 മൈനസ് സംതിങ് എന്ന് വരും. അപ്പൊ ആൻസർ 9.8നേക്കാളും കുറവാണ്. അപ്പൊ ഹൈറ്റിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. അപ്പൊ വെയിറ്റ് എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ഓർത്ത് വെച്ചാണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പൊ ജി കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു വരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഓർത്ത് വയ്ക്കുക. ഞാൻ ഇത് ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയാം. സി ഒരു ഇത് നമ്മുടെ എർത്ത് വാട്ട് ഈസ് ദ മാസ് ഓഫ് എർത്ത്? m. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്? r. ഒരു ബോഡി എർത്തിന്റെ സർഫസിലാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G? gm/r². ദെൻ ഒരു ബോഡി h ഹൈറ്റിലാണെങ്കിൽ G at a height is equal to gm/r എന്താവും? r plus h ആവും സ്ക്വയർ. ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയി, gm ക്യാൻസൽ ആയി, ബാക്കി ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ r plus h/r ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി r/r 1 ആണ്, h/r. ഇനി അടുത്ത ഇത് ക്രോസ് ചെയ്ത് ഇവിടെ കയറ്റി. ഇതിന്ന് G at a height is equal to G by ആ സാധനം ഒന്ന് എഴുതി. ദിസ് ഈസ് ഒറിജിനൽ ഇക്വേഷൻ. മറന്നു വരുത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G at a height? G ഡിവൈഡഡ് ബൈ 1 plus h/r ദ ഹോൾ സ്ക്വയർ. ഇനി നോക്കൂ, ഇതിനങ്ങ് മേലെ കയറ്റിയാൽ അങ്ങനെ ആവും. അപ്പൊ ആ -2 ഇവിടെ വരും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഇത്രയെന്ന് കിട്ടും. ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്ന് പഠിച്ചാണ്. അപ്പൊ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇക്വേഷൻ? G at a height is equal to G into 1 minus 2h/r അപ്രോക്സിമേറ്റ്ലി എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. G at a height is equal to G into 1 G minus 2 G into 2h/r. So definitely your answer is 9.8 minus something. So answer is less than 9.8. So as we move up, the value of G decreases. So weight of body also decreases. Weight is equal to mg. So G കുറഞ്ഞാൽ വെയിറ്റും കുറയും. അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട്. G at a height കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. G at a height is equal to ആദ്യത്തെ ഇക്വേഷൻ പറ, G ഡിവൈഡഡ് ബൈ നമ്മുടെ ഇക്വേഷൻ 1 plus h/r ഹോൾ സ്ക്വയർ.
അതിനെ ഓർത്താൽ മതി. മറ്റേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറിയിൽ വരും. എന്താണ് G ഇൻറ്റു 1 - 2h/r അപ്രോക്സിമേറ്റ്ലി എന്നുള്ളത്. ഓക്കെ, അത് രണ്ടും ഓർമ്മയിൽ വേണം. അടുത്ത് നമ്മൾ ഡെപ്തിലുള്ള കാര്യം അല്ലേ, ഡെപ്തിലുള്ള കാര്യം പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. ന്യൂട്ടന്റെ ഷെൽ തിയറം എന്ന് കേട്ടിട്ടുണ്ടോ? ഷെൽ തിയറം എന്താണ് ഷെൽ തിയറം പറയുന്നത്? അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഷെല്ലുണ്ടെന്നിരിക്കട്ടെ. ഒരു ഷെല്ല്, ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്. ഒരു സ്ഫെറിക്കൽ ഷെല്ലുണ്ടെന്നിരിക്കട്ടെ. ഷെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ അബ്ദുള്ളയുടെ തല ആകം പൊള്ളയാണ്, അങ്ങനെയുള്ള ഫിഗറുകളുടെ ജനറൽ പേരാണ് ഷെൽ. ഇത് സ്ഫെറിക്കൽ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇതെന്താണ് പേര്? സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ ഈ ഷെല്ലിന്റെ അകത്ത് ഒരു ബോഡി വെച്ചാൽ, അപ്പൊ അകത്ത് ഒരു ബോഡി വെച്ചിരിക്കുകയാണ്, അകത്ത് m മാസമുള്ള ഒരു ബോഡിയെ വെച്ചാൽ ഈ ഷെല്ല് ഇതിന്റെ അകത്ത് ഈ ബോഡിയിൽ ഒരു ഫോഴ്സും കൊടുക്കൂല എന്നാണ് ന്യൂട്ടൺ പിള്ള പറഞ്ഞത്. അപ്പൊ മറക്കരുത്, ന്യൂട്ടൺ പിള്ള പറഞ്ഞ എന്താണ് ഒരു ഷെല്ല് എടുക്കുക, ഷെല്ലിന്റെ അകത്ത് ഒരു മാസ് വെച്ചാൽ ഈ ഷെല്ല് ആ ബോഡിയുടെ പുറത്ത് എന്ത് കൊടുക്കില്ല? ഫോഴ്സ് ഒന്നും കൊടുക്കില്ല. ഇതാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഇനി അടുത്തെന്താണ്? ഇത് ഒരു സ്ഫിയർ ആണെന്നിരിക്കട്ടെ, ഇതൊരു സ്ഫിയർ ആണെന്നിരിക്കട്ടെ, കട്ട സ്ഫിയർ, സോളിഡ് സ്ഫിയർ കേട്ടോ, ഒരു സോളിഡ് സ്ഫിയർ ആണെന്നിരിക്കട്ടെ. ഇതിന്റെ അകത്ത് ഒരു ബോഡി ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. കണ്ടോ, ഒരു ബോഡി ഇരിക്കുകയാണ്. ബോഡി ഇരിക്കുകയാണെങ്കിൽ ഇതാണ്ടേ, ഈ ബോഡിയെ ഇതാണ്ടേ ഇവിടെ നോക്കണം, ഇത്രയും സ്ഥലം കണ്ടോ? ഇപ്പൊ ഇവിടെ നമ്മുടെ ബോഡി ഇവിടെയാണ് ഇരിക്കുന്നത്, ഇതാ ഇവിടെ ഇരിക്കുകയാണ് ബോഡി. ഈ ബോഡിയെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഈ ബോഡിയുടെ പുറത്ത് ഒരു ഫോഴ്സും കൊടുക്കൂല. പിന്നെ ഫോഴ്സ് കൊടുക്കുന്നത് ഈ അൺഷെയ്ഡഡ് പോർഷൻ മാത്രമേ ഈ സാധനത്തിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂ. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ഷെൽ തിയറം. മനസ്സിലാവാത്തവരൊന്നും കൂടെ ശ്രദ്ധിക്കുക. ഇതെന്താണ്? ഒരു ഷെല്ലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ അകമ്പുള്ള ഫിഗർ. ഇതിന്റെ അകത്ത് ഒരു മാസ് എടുത്ത് വെച്ചാൽ ഈ ഷെല്ല് ഇതിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂല. മനസ്സിലായി? ഇനി ഇതാണെങ്കിൽ ഒരു കട്ട സാധനം, കട്ട സ്ഫിയർ. കട്ട സ്ഫിയറിന്റെ അകത്ത് ഒരു മാസ് നമ്മൾ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സാധനത്തിനെ ഇവിടെ ഈ ബോഡി ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു സ്ഫിയർ കിട്ടും, ബാക്കി സ്ഥലം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ഷെല്ലുമാണ്. ഈ ഷെല്ല് ഇതിന്റെ പുറത്ത് ഫോഴ്സ് ഒന്നും കൊടുക്കില്ല. പിന്നെയോ ഈ സ്ഥലം മാത്രമേ, ഈ ഇരിക്കുന്ന സ്ഥലം മാത്രമേ എന്തിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂ? ഇവന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂ. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് ഷെൽ തിയറം. എന്താണ്? ഷെൽ തിയറം. അപ്പൊ പറയൂ, ആരുടെ പുറത്ത് ഫോഴ്സ് കൊടുക്കും? See, you consider a body inside a spherical shell. Then the force on the body by the spherical shell is 0. Then അടുത്തെന്താണ്? You consider a solid sphere having a body inside. Then the body will be experiencing no force due to this shaded portion. The body will be experiencing force only due to the unshaded portion. ഓക്കെ, അപ്പൊ ബോഡി ഇരിക്കുന്ന സ്ഥലം തൊട്ട് അകത്തോട്ടുള്ള സെക്ഷൻ മാത്രമേ ബോഡിയുടെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂ. ദിസ് തിയറം ഈസ് നോൺ ആസ് ഷെൽ തിയറം. പറയണ്ടല്ലോ. അപ്പൊ ഇനി അടുത്തത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്. ശ്രദ്ധിച്ച് പറയാം. അറ്റ് എ ഡെപ്ത്, ഒരു ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ, ജി അറ്റ് എ ഡെപ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു. നിങ്ങൾ ആ ഇക്വേഷൻ പറഞ്ഞാലും മതി, നമുക്ക് ഇനി ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓർമ്മയിലുണ്ടോ ഇക്വേഷൻ? പറഞ്ഞോ, എന്തൊക്കെയാണ്? ജി കഥകൾ വേണമെങ്കിൽ ഒന്ന് പറയാം, സ്റ്റാർട്ടിങ് സെക്ഷൻ മാത്രം ഒന്ന് പറയാം. സോ ഇത് നമ്മുടെ എർത്ത് ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് എർത്ത്? എം. ഒരു ബോഡി എവിടെ വെച്ചാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി? ജി ഈസ് ഈക്വൽ ടു gm/r². ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ ബോഡിയെ ഇവിടെ നിന്ന് എടുത്ത് ഒരു ഡി ഡെപ്തിൽ കുഴിച്ചിട്ടു. അപ്പൊ ഡി ഡെപ്തിൽ കുഴിച്ചിട്ടു. ഓക്കെ, അപ്പൊ എം മാസമുള്ള ബോഡി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഇത്രയും സെക്ഷൻ എടുക്കാം നമുക്ക്. കണ്ടോ, ഈ സെക്ഷന്റെ മാസ് എം ഡാഷ് ആണെന്ന് വെച്ചോളൂ. ഈ എം ഡാഷ് മാസമുള്ള ഈ സാധനം മാത്രമേ ഇവന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂ. ഈ ഷെയ്ഡഡ് പോർഷൻ എന്ത് കൊടുക്കില്ല? ഫോഴ്സ് ഒന്നും കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ സാധനത്തിന്റെ പുറത്ത് ഇപ്പൊ കിട്ടുന്ന ഈ ഡെപ്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ജിയുടെ വാല്യൂ, ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു പറഞ്ഞോ gm/, എന്തെന്നെടുത്തോണം, ആർ എന്നുള്ളത് എന്തായിട്ട് മാറി? ആർ മൈനസ് ഡി ആയിട്ട് മാറി. എന്തായിട്ട് മാറി? ആർ മൈനസ് ഡി ആയിട്ട് മാറി. അതിന്റെ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടി. ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്താണ് നിങ്ങൾ പഠിച്ചേ?
1 minus d by r എന്നാണ് ഇക്വേഷൻ പഠിച്ചത്. എന്താണ് ഇക്വേഷൻ? g at a depth is equal to g into 1 minus d by r. ഇതിനകത്ത് g at a depth is equal to നോക്കൂ, g into 1 g എന്നാണ്, മൈനസ് g into d by r g d by r എന്ന് കിട്ടും. അപ്പോ g at a depth is equal to 9.8 മൈനസ് സംതിങ് എന്നാണ്. അപ്പൊ ആൻസർ ഈസ് ലെസ് ദാൻ 9.8. അപ്പൊ കുഴിയിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. അപ്പൊ കുഴിയിലേക്ക് പോകുന്തോറും വെയിറ്റും എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ഇതാണ് നമ്മൾ ഡെപ്തിന്റെ കേസ് പഠിച്ചത്. ഓർമ്മയിലുണ്ടോ? അപ്പൊ ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ അതിനുവേണ്ടി എർത്തിന്റെ സർഫസിലുള്ള ഒരു ബോഡിയുടെ കേസ് ആണെങ്കിൽ ജിയുടെ വാല്യൂ എന്താണ്? ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഒരു ഡെപ്തിലാകുമ്പോൾ ഡി ഡെപ്തിലുള്ള ഒരു ബോഡി ആണെങ്കിൽ ജിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ജി അറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. ഇവിടെ എം ആണോ? അല്ല, ഇവിടെ ജി എം ഡാഷ് ബൈ എന്നാണ് ഇടേണ്ടത്. എന്താണ് പറയേണ്ടത്? എം ഡാഷ്. ജി എം ഡാഷ് ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ എന്നാണ്. എന്താ എം ഡാഷ് വന്നത്? ഈ ബോഡി അട്രാക്ട് ചെയ്യുന്നത് ഈ പോർഷൻ മാത്രമാണ്. ആ പോർഷന്റെ മാസ് എത്രയാ? എം ഡാഷ് ആണ്. അപ്പൊ ജി എം ഡാഷ് ബൈ ആർ എന്നുള്ള എന്തായിട്ട് മാറും? ആർ മൈനസ് ഡി സ്ക്വയർ എന്നാവും. ഇനി നമ്മൾ റെഡിയാക്കിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് വാട്ട് ഈസ് എ ഫൈനൽ ആൻസർ യു ഗെറ്റ്? ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. So it is very clear, ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 9.8 മൈനസ് സംതിങ്. ആൻസർ ഈസ് ലെസ് ദാൻ 9.8. ക്ലിയർ അല്ലേ? അപ്പൊ ഡെപ്തിലോട്ട് പോയാലും ഹൈറ്റിലോട്ട് പോയാലും എന്ത് ചെയ്യും പറഞ്ഞോ? നമ്മളിപ്പോ ഒരാൾ ചത്തുപോയി, നോക്കൂ, ചത്തുപോയാൽ എന്ത് ചെയ്യും? നമ്മൾ കുഴിച്ചിടുന്നു. കുഴിച്ചിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഡെപ്തിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ ഡെപ്തിലോട്ട് പോകുമ്പോഴത്തേക്ക് അയാളുടെ വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യും? പറയൂ. പ്രേതമായിട്ട് മേലോട്ട് പോകുന്നു. അപ്പൊ മേലോട്ട്, അപ്പൊ ഡെപ്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ കുറഞ്ഞു, വെയിറ്റ് കുറഞ്ഞു, എന്നിട്ട് പ്രേതമായിട്ട് പൊങ്ങിപ്പോയി. അപ്പൊ മേലോട്ട് പോകുമ്പോഴും ജിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ ഓർത്ത് വയ്ക്കുക, മറക്കരുത്. അപ്പൊ ഡെപ്തിൽ പോയാലും മേലോട്ട് പോയാലും ജിയുടെ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. വെയിറ്റും എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ഓക്കെ, കുളമാക്കരുത്. അടുത്ത സാധനം ഇതാ ഇവിടെ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷന്റെ കേസാണ്. എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യില്ലേ? ആക്സിസ് റൊട്ടേഷന്റെ എഫക്റ്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻ ഇത് നമ്മുടെ എർത്താണ് കേട്ടോ. അപ്പൊ എർത്താണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം, നോക്കിക്കോളൂ. നമ്മുടെ എർത്താണ്. ഇനി ഇത് എർത്തിന്റെ സെന്റർ ആണ്. ഇത് എർത്തിന്റെ റേഡിയസ്. വാട്ട് ഈസ് എ റേഡിയസ്? ആർ. ഇനി നമുക്ക് ഇവിടെ ഒരു ബോഡി ഇരിക്കട്ടെ. ഈ ബോഡിയുടെ മാസ് എം ആണ് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം. എർത്ത് ഇങ്ങനെ ഒരു ഇമാജിനറി ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ ആക്സിസിനെ ബേസ് ചെയ്ത് എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോ ഡൗട്ട്. ഇനി ഇവിടെ ഈ ബോഡി ഇവിടെ ഇരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ലാറ്റിറ്റ്യൂഡ് സർക്കിൾ വരച്ചതൊക്കെ ഓർമ്മയുണ്ടോ? സർക്കിളിന്റെ പേരാണ് ലാറ്റിറ്റ്യൂഡ് സർക്കിൾ. ഓർമ്മയുണ്ടോ? ലാറ്റിറ്റ്യൂഡ് സർക്കിൾ. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പണ്ട് പഠിച്ചതാണ്. ഇങ്ങനെയും ഇത് വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. അപ്പൊ ഈ വരച്ച സാധനത്തിന്റെ പേരെന്താണ്? ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ലാറ്റിറ്റ്യൂഡ് സർക്കിൾ. ഇനി നോക്കൂ, നമ്മുടെ ഈ ബോഡിയിലേക്ക് സെന്ററിൽ നിന്ന് ഇങ്ങനെ വരച്ചു കേട്ടോ. ഇവിടെ ഉണ്ടായ ഈ ആംഗിൾ, ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എത്രയാ? ലാംഡയാണ്. എത്രയാ? ലാംഡ. ഇനി നമ്മുടെ ഈ ബോഡി ഇരിക്കുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഇവിടെ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ ഇതാണ് ആർ. അപ്പൊ റേഡിയസ്, ഈ ബോഡി ആ എർത്തിന്റെ സർഫസിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ എർത്ത് കറങ്ങുമ്പോൾ ഇത് ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിനെ ബേസ് ചെയ്ത് കറങ്ങും. ഓക്കെ, കുഴപ്പമില്ല. ഈ ആർ ഇതിന് ഈക്വൽ അല്ല, അത് മനസ്സിൽ വേണം. ഇനി ഇവിടെ സ്മോൾ ആർ ആണ്. ഇവിടുത്തെ ആംഗിൾ ലാംഡ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ലാംഡ. എന്താ ലാംഡ ആയത്? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സോ ലിസൺ ഹിയർ, ദിസ് ഈസ് അവർ എർത്ത്. എർത്ത് അതിന്റെ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു. ഇനി എർത്തിന്റെ റേഡിയസ് ആർ. ഇനി എർത്തിന്റെ സെന്റർ ആണിത്. ഇനി ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നു. ഇനി ഇത് ലാറ്റിറ്റ്യൂഡ് സർക്കിൾ ആണ്. ഇനി ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, ലാറ്റിറ്റ്യൂഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. ഈ ആംഗിൾ ആണ് ലാംഡ. കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ ഈ എർത്ത് അതിന്റെ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്ന സമയത്ത് ദിസ് ബോഡി വിൽ റൊട്ടേറ്റ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഇവിടെ ലാംഡ ആണെങ്കിൽ അവിടെ എന്ത് തന്നെ? ലാംഡ തന്നെ. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ജി അറ്റ് എ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ പറയൂ. ജി അറ്റ് എ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ എന്നാണ് ഇക്വേഷൻ. What is the equation? G at a latitude is equal to G minus R omega square cos square lambda എന്നാണ്. കുളമാക്കരുത്. ഇനി ഇതിനകത്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് എർത്ത്. ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് എർത്ത്. ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ്, ലാംഡ ഇവിടുത്തെ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. ഇനി നിങ്ങൾ തന്നെ പറയണം, നമ്മുടെ ഒരു ബോഡി പോളിൽ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. പോളിലാണ് നിങ്ങളുടെ ബോഡി ഇരുന്നതെങ്കിൽ ശ്രദ്ധിച്ച് പറയണം. ഇതാണ് നമ്മുടെ എർത്തിന്റെ സെന്റർ.
ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ക്യാപിറ്റൽ ആർ. നിങ്ങളുടെ ബോഡി ഇരുന്നത്, നിങ്ങളുടെ എം മാസമുള്ള ബോഡി ഇരുന്നത് ഇവിടെ ആണെങ്കിലോ, നമ്മൾ ബോഡി ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തു അല്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്തു അല്ലേ, അപ്പൊ ഉണ്ടായ ആംഗിൾ ആണ് ലാംഡ. അപ്പൊ നമ്മുടെ ബോഡി ഇപ്പൊ അവിടെയാണ് ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പൊ ഉണ്ടായ ആംഗിൾ ലാംഡ എത്രയാ? 90 ആണ്. അപ്പൊ പോളിൽ ഇരിക്കുകയാണെങ്കിൽ, ബോഡി പോളിൽ ഇരിക്കുകയാണെങ്കിൽ ലാംഡയ്ക്ക് വരെ എത്ര കൊടുക്കണം? 90 എന്ന് കൊടുക്കണം. അപ്പൊ പോളിന്റെ കേസിൽ ലാംഡയ്ക്ക് വരെ എത്ര കൊടുക്കുക? 90 ഡിഗ്രി എന്ന് കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി? ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ജി മൈനസ് കോസ് 90 എത്ര? 0. അപ്പൊ ലാറ്റിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ ജി തന്നെ, കുളമാക്കരുത്. അപ്പോ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഇവിടെ ഇരിക്കുന്ന ബോഡി, പോളിൽ ഇരിക്കുന്ന ബോഡിയുടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെ? 9.8 തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു ബോഡി ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക്, നമ്മൾ ഇവിടെ ഇരുന്ന സമയത്ത് എന്താ ചെയ്ത്? ഇങ്ങനെ ജോയിൻ ചെയ്തു. ഈ ആംഗിൾ ആണ് ലാംഡ. ഈ ബോഡി ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും. ഈ ആംഗിൾ ആണ് ലാംഡ. ലാംഡയുടെ വാല്യൂ എത്ര? 90. ഇനി ഒരു ബോഡി ഇക്വേറ്ററിൽ ഇരിക്കട്ടെ. ഒരു ബോഡി ഇക്വേറ്ററിൽ ഇരിക്കുകയാണ്. അപ്പൊ അതാ ശ്രദ്ധിച്ചിരിക്കണം, ഇതാണ് ആക്സിസ്, ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് ആർ. ഇനി ഇക്വേറ്ററിലാണ് ബോഡി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ വാട്ട് ഈസ് എ ലാംഡ വാല്യൂ? 0 അല്ലേ? ലാംഡയുടെ വാല്യൂ 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ജി അറ്റ് ലാറ്റിറ്റ്യൂഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് 0. കോസ് 0 എത്ര? 1. അപ്പൊ ആൻസർ എത്ര വരും? ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ബോഡി എവിടെ ഇരുന്നാൽ? ഇക്വേറ്ററിൽ ഇരുന്നാൽ. ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മളിവിടെ ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എർത്തിന്റെ ആക്സിസ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഒരു ബോഡി ഒരു ലാറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണെങ്കിൽ, ലാംഡ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി? ജി ഈസ് ഈക്വൽ ടു ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. അത് മാത്രം കാണാതെ പഠിക്കുക. ഒമേഗ, വാട്ട് ഈസ് ഒമേഗ? ആംഗുലാർ വെലോസിറ്റി ഓഫ് എർത്ത്. ഇനി ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. പോളിൽ ഇരിക്കുന്ന ബോഡി ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ 90, ഇക്വേറ്ററിൽ ഇരിക്കുന്ന ബോഡി ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ 0. ഓക്കെ, അത്രയും മാത്രം ഓർക്കുക. സോ ടെൽ മീ വാട്ട് ഈസ് എ ഫൈനൽ ആൻസർ? ലാറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ബോഡിയുടെ കേസിൽ വാട്ട് ഈസ് എ ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, ടെൽ മീ, ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ഫോർ എ ബോഡി അറ്റ് പോൾ, വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ലാംഡ? പോൾ ആണെങ്കിൽ 90, ഇക്വേറ്റർ ആണെങ്കിൽ 0. ഇനി എർത്തിന്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഓർമ്മയിലുണ്ടോ? എർത്തിന്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് എർത്ത്, ഡെൻസിറ്റി ഓഫ് എർത്ത് റോ കണ്ടുപിടിക്കണം. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പഠിച്ചല്ലേ, 3g/4πrg എന്നാണ്. എന്താണ് ഇക്വേഷൻ? 3g ഡിവൈഡഡ് ബൈ 4πrg. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോണ്ട് എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എർത്തിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. 3g ഡിവൈഡഡ് ബൈ 4πrg. ഓക്കെ, ഇനി ഒരു സാധനം ഇരിക്കുന്നു, ഏതെങ്കിലും ഒരു സാധനം ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു സാധനം പറയൂ. ഇതാ ഒരു മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നു. ഓക്കെ, ഈ മൊബൈൽ ഫോൺ ഒരു ബോഡിയല്ലേ? ഈ ബോഡിക്ക് ചുറ്റും, ഇപ്പൊ ഈ ബോഡിയുടെ അടുത്ത് ഒരു പെൻ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഈ പെന്നിനെ അവൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ബോഡിക്ക് ചുറ്റും അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. സോ ഏതൊരു ബോഡി എടുത്താലും അതിന് ചുറ്റും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഈ പേന എടുത്തു വെച്ചാൽ ഈ പേനയ്ക്ക് വേറെ ബോഡീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ, ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ ഏത് ബോഡി ഉണ്ടോ വെച്ചാൽ ഇവ അട്രാക്ട് ചെയ്യും. അത്രയും സ്ഥലത്തിനെ ചേർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയും. അപ്പൊ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ദ സ്പേസ് surrounding a body where its gravitational effect is felt is known as gravitational field. എന്താണ്? The space surrounding a body where its gravitational effect is felt is known as gravitational field. അപ്പോഴേ ഓരോ സ്ഥലത്തും ഗ്രാവിറ്റേഷണൽ എഫക്ട് ഓരോന്നല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു, അപ്പൊ എന്റെ ഈ മൈക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലേ, ഈ മൈക്കിന് ബാക്കി സാധനങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്കിന്റെ അടുത്താണ് ഈ പേന കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ കിടില അട്രാക്ഷൻ ആയിരിക്കും അല്ലേ. ഇനി ദൂരെ വെച്ചാലോ അട്രാക്ഷൻ അത്രയും കാണത്തില്ല. അപ്പൊ ഓരോ സ്ഥലത്ത് വെച്ചാലും ഈ മൈക്കിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ശക്തി ഓരോന്നല്ലേ. അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓർ സ്ട്രെങ്ത് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലുള്ള
strength of gravitational field or intensity of gravitational field. ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. What do you mean by intensity of gravitational field at a point? നോക്കൂ. So this is a body. Okay. Mass of the body is m. Its radius is r. No doubt. Then this is a point called P at a distance small r. Am I right? Then what is the intensity here? What is the intensity of gravitational field here? അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയെ കൊണ്ടുപോയിക്കും. ഓർമ്മയുണ്ട? ഈ 1 കിലോഗ്രാം ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇവൻ കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി. അപ്പൊ ഇന്റൻസിറ്റി കാണാൻ എന്ത് ചെയ്യണം? ഇന്റൻസിറ്റി കാണാൻ ഫോഴ്സ് ഓൺ 1 കിലോഗ്രാം കാൽക്കുലേറ്റ് ചെയ്യുക. ഫോഴ്സ് ഓൺ 1 കിലോഗ്രാം നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവനും അവനും തമ്മിലുള്ള ഫോഴ്സ് ജി എം m1 m2 1 ആണ്, വേണ്ട, ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പൊ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ, gm ബൈ r സ്ക്വയർ. ഞാൻ ഒന്നും കൂടെ പറയാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഡെൻസിറ്റി ഓഫ് എയർ? റോ ഈസ് ഈക്വൽ ടു 3g ബൈ 4 rg. അതങ്ങ് മാച്ച് കളയാം. ഇനി see, what do you mean by gravitational field? What is gravitational field? The space surrounding a body where its gravitational effect is felt is known as gravitational field. At different points it will have different strength. See, this is a body of mass capital M. See, don't mind radius. See, this is a body of mass capital M. P is a point at a distance r from it. I want the intensity of gravitational field here. So what shall I do? I place a 1 kilogram there. See, calculate what is the force on 1 kilogram by this. So it is answer of intensity. So intensity is a force on unit mass kept at that point. So what is the equation to calculate intensity? Intensity is equal to g capital M by small r square. Okay. ഇനി അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കേട്ടിട്ടുണ്ടോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അത് നല്ലൊരു സംഭവമാണ്. നോക്കൂ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇത് നോക്കൂ, ഇത് നമ്മുടെ ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ മാസ് ക്യാപിറ്റൽ M ആണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിന്റെ പേരാണ് P. ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ ഞാൻ V എന്ന് വിളിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ഇക്വേഷൻ? -gm/r എന്നാണ്. എന്താണ് ഇക്വേഷൻ? -gm/r. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ക്ലിയർ ആയ കാര്യം ഞാൻ പിന്നെ പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -gm/r. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ in bringing a unit mass. It is a work done in bringing a unit mass from infinity to this point against gravitational force എന്നാണ് നമ്മൾ പഠിച്ചല്ലേ. It is a work done in bringing a unit mass from infinity to this point against gravitational force without accelerating it എന്നാണ് നിങ്ങൾ പഠിച്ചത്. നമ്മൾ ഇൻഫിനിറ്റി പോകണം. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ആദ്യം എങ്ങോട്ട് വരെ പോകാം അബ്രാമേ? ഇൻഫിനിറ്റി പോവും. എവിടെ പോവും? ഇൻഫിനിറ്റി പോവും. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരുന്ന 1 കിലോഗ്രാമിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരണം. പിടിച്ചോണ്ട് എവിടെ കൊണ്ടുപോയിക്കണം? പിയിൽ കൊണ്ടുപോയിക്കണം. പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങളുടെ ഈ 1 കിലോഗ്രാമിന് ആക്സലറേഷൻ ഉണ്ടാവാൻ പാടില്ല. ആക്സലറേഷൻ ഉണ്ടാവാത്ത രീതിയിൽ, ആക്സലറേഷൻ കിട്ടാത്ത രീതിയിൽ വേണം ഇവിടെ കൊണ്ടുവയ്ക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന വർക്കിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ എന്താണ്? ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ നേരെ എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റി പോകും. അവിടെ നേരെ പിടിച്ചോണ്ട് വരും. 1 കിലോഗ്രാമിനെ പിടിച്ച് നേരെ എവിടെ കൊണ്ടുപോയിക്കും? പിയിൽ കൊണ്ടുപോയിക്കും. കൊണ്ടുവരാൻ നേരത്തെ എന്താണ് കണ്ടീഷൻ? നിങ്ങളുടെ 1 കിലോഗ്രാമിന് എന്തുണ്ടാവാൻ പാടില്ല? ആക്സലേഷൻ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ പിയിൽ കൊണ്ടുപോയിക്കുക. കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കാണ് ഈ പോയിന്റിൽ എന്തോന്ന്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ, V = -gm/r എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇൻഫിനിറ്റിയിൽ വിയുടെ ആൻസർ എത്രയെന്ന് പറയൂ? V = -gm/r ന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോ എന്താണ് ഇൻഫിനിറ്റിയിൽ? എന്താണ് ഗ്രാവിറ്റേഷണൽ എന്താണ് -gm/r ന്റെ വാല്യൂ ഇൻഫിനിറ്റി.
അപ്പൊ ആൻസർ എത്ര വരും? 0 എന്ന് വരും. അപ്പോ ഇൻഫിനിറ്റിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസർ എത്ര വരും? 0 എന്ന് വരും. ഇൻഫിനിറ്റിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്ര എന്ന് വരും? 0 എന്ന് വരും. വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി? 0. മറക്കരുത്, ആറിന്റെ വാല്യൂ എത്ര കൊടുക്കുക? ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര വരും? 0. സോ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി? ആൻസർ 0. മറക്കരുത്. ഇനി ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസറിനകത്ത് എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എവിടെ എടുത്താലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആൻസറിൽ ഒരു നെഗറ്റീവ് സൈൻ കാണും. പക്ഷെ ഇൻഫിനിറ്റി ചെല്ലുമ്പോഴത്തേക്ക് എന്റെ വാല്യൂ എത്രയാവും? 0. അപ്പൊ നെഗറ്റീവ് ആണോ 0 ആണോ വലുത്? 0 അല്ലേ വലുത്? അപ്പോ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എല്ലായിടത്തും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇൻഫിനിറ്റി ചെല്ലുമ്പോൾ അത് 0 ആയിട്ട് മാറി. അപ്പൊ എവിടെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മാക്സിമം? ഇൻഫിനിറ്റിയിൽ. അതിന്റെ വാല്യൂ എത്രയാ? 0. കുളമാവോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം, വി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് എഴുതിയാൽ ഇത് ശരിയാണോ? വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് എഴുതിയാൽ ശരിയാണോ? അല്ല. ഇവിടെ ഒരു നെഗറ്റീവ് കിടക്കുന്നു. അപ്പൊ ഇത് റോങ് ആണ്. അപ്പൊ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ആർ. അപ്പൊ എന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ആറ് കൂടുമ്പം വിയും കൂടും, 6 കൂടുമ്പോൾ വിയും കൂടും, 6 കൂടി 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 ഇൻഫിനിറ്റി ആകുമ്പോൾ വി മാക്സിമം. വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ? 0. ഞാൻ ഒന്നുകൂടെ പറയട്ടെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണെന്ന് നമുക്ക് പറയാൻ തോന്നുന്നു അജേഷേ, പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് നമുക്ക് പാരയാണ്. അപ്പൊ ഓർക്കണം, 6 കൂടുമ്പം വിയും കൂടും, 6 കൂടുമ്പം വിയും കൂടും, 6 കൂടി കൂടി അങ്ങ് ഇൻഫിനിറ്റി ആവുമ്പം വി കൂടി കൂടി അങ്ങ് എത്രയാവും? 0 ആവും. അപ്പൊ വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ? 0. വേർ ഈസ് ഇറ്റ്? അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. വാട്ട് ഡു യു മീൻ ബൈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിംഗിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് against gravitational force without accelerating it. Then what is the equation to calculate gravitational potential? V equal to minus gm by r. Then gravitational potential is maximum at infinity. Am I right? What is the value of gravitational potential at infinity? It is 0. Then as r increases, v also increases. Am I right? r കൂടുമ്പോഴത്തേക്ക് v യും എന്ത് ചെയ്തു വരും? കൂടി കൂടി വരും. അപ്പോൾ ഒന്ന് ഓർമ്മയിൽ നിന്ന് പറയൂ. What is the equation to calculate gravitational potential? Gravitational potential V equal to, what is answer? Minus gm by r. Then in the gravitational field it is negative. At infinity its value is 0. So what is the maximum value of gravitational potential? 0. It is at infinity. Okay. അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഉള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞേക്കാം. ഇതാണ് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. മൈനസ് ജി എം ബൈ ആർ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതിനെ മാസ് കൊണ്ട്, മാസ് ഓഫ് ദ ബോഡി കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലേ? അതിനെ മാസ് ഓഫ് ദ ബോഡി കൊണ്ട് ഇൻഡു ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ ഈസ് നോൺ ആസ് gravitational potential energy. So what is gravitational potential energy? It is a product of gravitational potential and a mass. So what is the final answer? Minus gmm by r. കൊളമാക്കരുത്. അടുത്ത് എസ്കേപ്പ് വെലോസിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു സാധനത്തിനെ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എടുത്തെറിയുന്നു. നോക്കൂ, ഇപ്പൊ നമ്മുടെ ശ്രീകുട്ടൻ അവിടെ ഇരിക്കുന്നു. നോക്കൂ, അച്ഛനൊക്കെ എത്രയെന്ന് പറഞ്ഞ് കണ്ട് സഹിക്കും. നോക്കൂ, അവസാനം കാല് തൂക്കിയെടുത്ത് കറക്കി ഒരു എറിഞ്ഞു. നോക്കൂ, എത്ര സ്പീഡിലാണ് എറിഞ്ഞത്? 11.2 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ അവനെത്തും. അത്രയും സ്പീഡിൽ ഗതികെട്ട് എറിഞ്ഞു പോയതാണ്. അപ്പൊ എറിഞ്ഞു കഴിഞ്ഞാൽ he will not come back. അവൻ എന്ത് ചെയ്യില്ല? തിരിച്ചു വരില്ല. he will escape from earth's attraction. എർത്തിന്റെ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പോകും. മനസ്സിലായോ? അപ്പൊ അതിനുവേണ്ടി എത്ര സ്പീഡിലാണ് അവനെ എറിഞ്ഞത്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലല്ലേ എറിഞ്ഞേ? This is a value of escape velocity from earth. So what is a value of escape velocity from earth? 11.2 kilometer per second. മറക്കരുത്. If an object is thrown at a speed of 11.2 kilometer per second, it will escape from gravitational attraction of earth. This speed is known as escape velocity. ഓർമ്മയുണ്ടോ? ഇനി മൂണിൽ നോക്ക്, അടുത്ത നോക്ക്, ഗൗരി ശങ്കറിന്റെ അച്ഛൻ നോക്കുന്നു. ഗൗരി ശങ്കറും
വീട്ടിൽ വലിയ ശല്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അച്ഛൻ വിചാരിക്കുന്നു, നോക്ക് ശ്രീകുട്ടനെ എറിഞ്ഞതുപോലെ ഇവനെ എറിയണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അച്ഛൻ അത്രയും പവർ ഇല്ല. അതുകൊണ്ട് അച്ഛൻ ഇത്തിരി റിസ്ക് എടുത്ത് ഇവനെ എവിടെ കൊണ്ടുപോകുന്നു? മൂണിൽ കൊണ്ടുപോകുന്നു. മൂണിൽ കൊണ്ടുപോയിട്ട് ഗൗരിശങ്കറിനെ കാല് തൂക്കി എടുക്കുന്നു, കറക്കി എറിയുന്നു. ശരിയല്ലേ? അപ്പൊ മൂണിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാ? 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. കൊളമാക്കരുത്. അപ്പൊ മൂണിൽ ചെന്നിട്ടാണ് എറിയുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ 2.38 കിലോമീറ്റർ പോകുന്ന രീതിയിൽ എറിഞ്ഞാൽ മതി. അപ്പോൾ അവൻ പിന്നെ എന്തിലേക്ക് തിരിച്ചു വരില്ല? മൂണിലേക്ക് തിരിച്ചു വരില്ല. സോ വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം മൂൺ? 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇല്ലാതാക്കരുത്. ഇനി അടുത്ത് എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm/r. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് 2gm/r. ഓക്കെ. ഇനി നിങ്ങൾക്ക് അറിയാന്നുള്ള സാധനം g ഈസ് ഈക്വൽ ടു gm/r² അല്ലേ? ഇതിനകത്തുനിന്ന് gm-ന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എസ്കേപ്പ് വെലോസിറ്റിക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. റൂട്ട് ഓഫ് 2 ഇൻറ്റു gm-ന് പകരം gr² ഇടുക. gr² ഡിവൈഡഡ് ബൈ r. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ആണല്ലോ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. റൂട്ട് ഓഫ് 2gr എന്ന് വരും. മറക്കരുത്. സോ എസ്കേപ്പ് വെലോസിറ്റി കാണാൻ എത്ര ഇക്വേഷൻ? രണ്ട് ഇക്വേഷൻ. രണ്ട് ഓർമ്മയിൽ വേണം. So what is the equation to calculate escape velocity? Root of 2gm/r. അടുത്ത gm-ന് പകരം gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you are getting your second equation. What is the answer? Root of 2gr. ഓക്കെ ആണേ? സോ ഞാൻ ബോഡി കിടക്കുന്ന എല്ലാം ചോദിക്കാം. What is the answer of gravitational potential energy? Gravitational potential energy is equal to gravitational potential into mass. So what is the equation? Minus g capital M small m by r. No doubt. Then what do you mean by escape velocity? It is a minimum velocity required to escape from gravitational attraction of earth. So what is the escape velocity from earth? 11.2 kilometer per second. What is the escape velocity from moon? 2.38 kilometer per second. Then what is the equation to calculate escape velocity? Root of 2gm/r. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇനി അടുത്തെന്താണ്? വാട്ട് ഈസ് എസ്കേപ്പ്? ദ സെക്കൻഡ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എസ്കേപ്പ് വെലോസിറ്റി? റൂട്ട് ഓഫ് 2gr. അവിടെ g ഏതാണ്? സ്മോൾ ആണ്. ഓക്കെ. അടുത്തേക്ക് പോട്ടെ. ഇനി അടുത്ത് എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? നിങ്ങൾക്ക് അറിയാന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ ഓർബിറ്റ്? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പ്ലാനറ്റ് കറങ്ങുന്നു. ഒരു പ്ലാനറ്റ് കറങ്ങുന്നു സണ്ണിന് ചുറ്റും. അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നു. ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നു. കറങ്ങുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയൂ? ഓർബിറ്റൽ വെലോസിറ്റി നോക്ക്, നമ്മുടെ എർത്താണിത് കേട്ടോ. അപ്പൊ എർത്തിന് ചുറ്റും ഒരു ആരാ കറങ്ങുന്നേ? ഒരു സാറ്റലൈറ്റ് കറങ്ങും. ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നു. ഓക്കെ. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. എർത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഇത് കറങ്ങുന്ന? h ഹൈറ്റിലാണ്. എർത്തിന്റെ സെന്റർ തൊട്ട് ഇതുവരെയുള്ള ദൂരം സ്മോൾ ആർ എന്ന് വിളിക്കാം. എന്താണ് സ്മോൾ ആർ? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ചിനെ പറയുന്ന പേരാണ് സ്മോൾ ആർ. ഈ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, ഈ ബോഡിയുടെ മാസ് സ്മോൾ എം. ഒന്നുകൂടെ ഞാൻ പറയാം. സോ എർത്ത്, what is a mass? Capital M. What is a radius? Capital R. This is a satellite. What is a mass? Small m. Then what is a height from earth surface? h. Then center തൊട്ട് ഇവിടം വരെയുള്ള ദൂരം സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആണ്. ഇനി ഈ ഓർബിറ്റിൽ കറങ്ങാൻ വേണ്ടി എത്ര വെലോസിറ്റി വേണം? ഓർബിറ്റിൽ കറങ്ങാൻ വേണ്ടി വേണ്ട വെലോസിറ്റിയെ വാല്യൂ 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ നമ്മുടെ ശ്രീകുട്ടനെ അച്ഛൻ കറക്കി എറിഞ്ഞു. നോക്കൂ, ആദ്യം ഫസ്റ്റ് ട്രയലിൽ കറക്കി എടുത്തെറിഞ്ഞു. എറിഞ്ഞപ്പോഴത്തേക്ക് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാക്കാൻ പറ്റില്ല, കുറഞ്ഞുപോയി. 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അച്ഛൻ എറിഞ്ഞെങ്കിൽ ശ്രീകുട്ടൻ എർത്തിന്റെ എന്തായിട്ട് മാറും? ഒരു സാറ്റലൈറ്റ് ആയിട്ട് മാറും. അപ്പൊ എർത്തിന് ഒരു പുതിയ സാറ്റലൈറ്റ് കിട്ടി. സാറ്റലൈറ്റിന്റെ പേര് ശ്രീകുട്ടൻ സാറ്റലൈറ്റ്. നോക്കൂ, താഴെയൊക്കെ നിൽക്കുന്ന ആളുകൾ നോക്കി കിറിച്ച് കാണിക്കുന്നു. ശരിയല്ലേ? അപ്പൊ അമ്മയൊക്കെ തോട്ടയിലൊക്കെ ചോറൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കും. എന്റെ ശ്രീകുട്ടൻ അതുവഴി ഇപ്പൊ ഉച്ചയ്ക്ക് 11:30 എന്റെ മോൻ ഇതുവഴി പാസ് ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ വെയിറ്റ് ചെയ്യാണ്. ശരിയല്ലേ? അപ്പൊ അതാണ് ശ്രീകുട്ടൻ സാറ്റലൈറ്റ്. അപ്പൊ മറക്കരുത്. അപ്പൊ ഈ ഓർബിറ്റിൽ കറങ്ങാൻ വേണ്ട ശ്രീകുട്ടന്റെ വെലോസിറ്റിയെ എന്തെന്ന് പറയാം? Orbital velocity. അപ്പോൾ എത്ര സ്പീഡ് വേണം? If an object is thrown at a speed of 7.8 kilometer per second, it will become a satellite of Earth. So this is a value of orbital velocity. ഇനി orbital velocity കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Orbital velocity കാണാൻ ഇക്വേഷൻ ആണ് root of gm by r. എന്താണ്? എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. root of gm by r ആണ്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എന്താ, gm/r² അല്ലേ. അപ്പൊ ഇതിനകത്ത് gm കണ്ടുപിടിച്ച് അവിടെ ഇട്ടേ. VO is equal to root of, ഇതിന് പകരം gr² divided by r. So orbital velocity equal to root of gr എന്ന് വരും. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി കാണാൻ എത്ര ഇക്വേഷൻ കിട്ടി? 2 എണ്ണം. So what is the first one? First one is root of gm/r. Second one is root of gr. ഇനി നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ ഓർമ്മയുണ്ട്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm/r എന്നാണ് അല്ലേ? അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പൊ എന്താ തോന്നുന്നു? ഇതിനെ റൂട്ട് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടൂലേ? അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ്. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ആൻസറിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? എസ്കേപ്പ് വെലോസിറ്റി കിട്ടും. കുളമാക്കണം. സോ കേട്ടോ, കുളമാക്കണേ. So listen, എന്താണ് what do we mean by orbital velocity? The minimum velocity required by a satellite to orbit in its orbit is known as orbital velocity. Then what is the mass of Earth? Capital M. What is the radius? Capital R. Then this is a satellite. What is the mass of the satellite? Small m. It is at a height of h from the surface of Earth. Then what is the distance from center of Earth to center of satellite? Small r. Small r equal to capital R plus h. ഇതൊക്കെ നമുക്ക് അറിയാം. Then say what is the orbital velocity of your satellite? 7.8 kilometer per second. Then what is the equation to calculate orbital velocity? Root of gm/r. Then give another equation, root of gr. Okay. Then orbital velocity into √2 is equal to escape velocity. Very very important question. അത് സാധാരണ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ഒരു റിലേഷൻ ആണ്. What is the relation between escape velocity and orbital velocity? Orbital velocity into √2 is equal to escape velocity. So equations ഒന്ന് പറഞ്ഞേ. ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. റൂട്ട് ഓഫ് എന്താണ്? gm/r or റൂട്ട് ഓഫ്, ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് gr അല്ലേ? ഇനി ഈ രണ്ടും തമ്മിലുള്ള റിലേഷൻ പറയൂ. √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ഈക്വൽ ടു എസ്കേപ്പ് വെലോസിറ്റി. ഇനി ഞാൻ കുറെ സംഭവങ്ങളെല്ലാം പറയുകയാണ്, വാല്യൂസ് എല്ലാം പറയുകയാണ്. നോക്കൂ. If an object is thrown at a speed of 7.8 kilometer per second, it will become what? A satellite. നമ്മൾ പറഞ്ഞല്ലേ, ഈ വെലോസിറ്റിയെ നമ്മൾ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് ആണ്. എന്താണ്? if an object is thrown at a speed of 7.8 kilometer per second, it will become a satellite. This velocity is known as first cosmic velocity. ഇല്ലാതാക്കരുത്. ഇനി അടുത്ത എന്താണ്? If an object is thrown at a speed of 11.2 kilometer per second, it will escape from Earth's attraction. Am I right? This velocity is called escape velocity, or it is otherwise known as second cosmic velocity. ഓർത്ത് വയ്ക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഇനി അടുത്ത, if an object is thrown at a speed of 16.7 kilometer per second, it will escape from solar system. സോളാർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആ ബോഡി എസ്കേപ്പ് ആവും. If an object is thrown at this speed, this velocity is known as third cosmic velocity. Third cosmic velocity. ഇനി അടുത്തത്, if an object is thrown at a speed 130 kilometer per second, it will escape from our galaxy. നമ്മുടെ ഗാലക്സിനെ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്തു പോകും. ഈ വെലോസിറ്റിയെ ഫോർത്ത് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. So listen properly. If an object is thrown at a speed of 7.8 kilometer per second, it will become a satellite. Am I right? That velocity is known as orbital velocity or first cosmic velocity. Then if an object is thrown at a speed of 11.2 kilometer per second, it will escape from Earth's attraction. This velocity is called escape velocity from Earth. It is otherwise known as second cosmic velocity. If an object is thrown at a speed of 16.7 kilometer per second, it will escape from solar system. This velocity is known as third cosmic velocity. Then if an object is thrown at a speed of about 130 kilometer per second, it will escape from our galaxy, Milky Way galaxy. Am I right? This velocity is called fourth cosmic velocity. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കണം. പണ്ട് ഇപ്പൊ ഈ അടുത്തൊന്നും ഞാൻ ചോദിച്ചു കണ്ടില്ല, പണ്ട് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത് ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്. ടൈം പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരുന്ന ഒരു സ്ഥിരം ക്വസ്റ്റൻ ആണ്. ടൈം പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്.
T is equal to 2 pi into root of R cube divided by GM എന്നാണ്. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചോണം. ടൈം പീരിയഡ് is equal to 2 pi root of R cube divided by GM എന്നാണ്. ഇതിനകത്ത് സ്മോൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R plus H ആണ്. ഓർത്ത് വയ്ക്കുക. So what is the equation to calculate time period of a satellite? T is equal to 2 pi into root of R cube divided by GM. Okay. So time period is proportional to what? Root of R cube. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? GM കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം പീരിയഡ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് ഓഫ് ആർ ക്യൂബ്. അല്ലെങ്കിൽ വേറൊരു സംഭവം പറയാം, ഇത് ഒന്ന് സ്ക്വയർ ചെയ്താൽ എന്താ വരും? ടി സ്ക്വയർ ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു, പറയൂ, സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്താവും? ആർ ക്യൂബ് എന്നാവൂലേ? അപ്പോഴേ സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു ക്യൂബ് ഓഫ് ഡിസ്റ്റൻസ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു ക്യൂബ് ഓഫ് ഡിസ്റ്റൻസ്. കെപ്ലറിന്റെ ലോ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതാണ്. അപ്പൊ നോക്ക് ഒന്നും കൂടെ. സോ വാട്ട് ഡു യു മീൻ ബൈ ടൈം പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്? ദിസ് എ ടൈം ടേക്കൺ ബൈ ദ സാറ്റലൈറ്റ് to revolve one complete path, complete orbit. See, time period is equal to 2 pi root of R cube by GM. മറക്കരുത്, time period proportional to time period proportional to root of R cube. Okay, then what is small r there? Capital R plus H. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഈ വെലോസിറ്റികൾ ഒന്ന് ഓർഡറിൽ പറഞ്ഞേ. 7.8, 11.2, 16.7, അടുത്ത് 130. ഇനി ആദ്യത്തത് സാറ്റലൈറ്റ് ആയിട്ട് മാറും. അടുത്ത എസ്കേപ്പ് ഫ്രം എയർ, അടുത്ത എന്താണ്? എസ്കേപ്പ് ഫ്രം സോളാർ സിസ്റ്റം, ലാസ്റ്റ് വൺ എസ്കേപ്പ് ഫ്രം അവർ ഗാലക്സി. ഇനി അടുത്ത ഒരു സംഭവമാണ് സാറ്റലൈറ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് ഒരു സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഒരു സാറ്റലൈറ്റ്, ഇത് ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. പൊട്ടൻഷ്യൽ എനർജി ആണ് നേരത്തെ നമ്മൾ ഇക്വേഷൻ പഠിച്ചല്ലോ, അത് തന്നെ. -GMM/R. എന്താണ് ഇക്വേഷൻ? -GMM/R. ഇതിനകത്തെല്ലാം ഓർത്തോളണം. വടി സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ R plus H. അത് ഓർത്ത് വെച്ചോണം. ഇനി അടുത്ത് ഇതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ mv² എന്നല്ലേ? ഇതല്ലേ ഇക്വേഷൻ? ½ mv² ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് m എന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റിന്റെ മാസ്, v എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഉള്ളത് അല്ലേ? ഓർബിറ്റിൽ കറങ്ങുന്ന വെലോസിറ്റി. അപ്പൊ ഇതിനകത്ത് VOയുടെ വാല്യൂ പറയണം. വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി? റൂട്ട് ഓഫ് ഇതല്ലേ? അപ്പൊ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാവും? ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയൂ. VOയുടെ സ്ക്വയർ അപ്പൊ എന്ത് വരും? GR എന്ന് വരും. ഓക്കെ, ഇതും കാണാതെ പിടിച്ചു വെച്ചോണം. ഇനി അപ്പോ ഇതൊരു ഇക്വേഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഇക്വേഷൻ ഇട്ടാലും മതി. m അതുപോലെ ഇട്ടിട്ട് ഓർബിറ്റൽ വെലോസിറ്റിയുടെ അടുത്ത ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് GM/R. അതിട്ടാലും മതി. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് GM/R സ്ക്വയർ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ എന്താണ്? കൈനറ്റിക് എനർജി ആണല്ലോ ഇക്വേഷൻ പറ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, സാറ്റലൈറ്റ് ആണ്, സാറ്റലൈറ്റിന്റെ മാസ് എത്ര? സ്മോൾ m. അപ്പൊ കൈനറ്റിക് എനർജി പറ ½ mv². സാറ്റലൈറ്റ് കറങ്ങയല്ലേ? അപ്പൊ v എന്ന് പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, പറയൂ, ½ mVOയുടെ സ്ക്വയർ. അതാണ് VO. അതിന്റെ സ്ക്വയർ അങ്ങോട്ട് പറ സ്ട്രൈറ്റ് ആയിട്ട്. GM/R. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ കൈനറ്റിക് എനർജി ആയി, പൊട്ടൻഷ്യൽ എനർജി ആയി. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പൊ കൈനറ്റിക് എനർജി പറയൂ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? പറ. GMM/2R എന്നാണ്. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? GMM/2R. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? -GMM/R എന്നാണ്. ഇനി ടോട്ടൽ എനർജി കാണാൻ എന്ത് ചെയ്യും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. -GMM/R പ്ലസ് GMM/2R. നിങ്ങൾ തന്നെ പറയാം എത്ര വരും? LCM എത്ര വരും? ഇവിടെ ആരും കാണണ്ട, ഇവിടെ 2 ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ, വൃത്തികേടാണ്, ആരും കാണരുത്. സോ 2R എഴുതി. ബാക്കി ഓവർ ദാറ്റ് എത്ര വരും? പറയൂ. -2 GMM, അവിടെ GMM. അപ്പൊ എത്ര വരും? -GMM. കണ്ടോ? ഇതാണ് ടോട്ടൽ എനർജി. അപ്പൊ ഓർത്ത് വയ്ക്കുക, എല്ലാം ഓർത്തിരിക്കാം, നല്ല എളുപ്പമാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ മാത്രം പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ പറയൂ. അത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. എത്രയാ? -GMM/R. ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് നോക്കിയാണ്.
എന്താണ് ആ ഇക്വേഷൻ എന്ന് നോക്കൂ. കൈനറ്റിക് എനർജി ഈസ് ആൾവേസ് പോസിറ്റീവ് എന്നാണ്. അപ്പൊ പോസിറ്റീവ് ആണെന്നുള്ള ബോധം വേണം. ഇനി എന്താണ് ജി എം എം ഡിവൈഡഡ് ബൈ ഇവിടെ എന്തിവിടെ വരും 2R എന്നാണ്. ഓക്കെ, ഒരു 2 കൂടെ അഡീഷണൽ വന്നു. ഇനി ടോട്ടൽ എനർജിയുടെ ആൻസർ നോക്ക്. ടോട്ടൽ എനർജിയുടെ ആൻസർ നോക്ക്. കൈനറ്റിക് എനർജിയുടെ ആൻസർ തന്നെയല്ലേ, അതിനകത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ നെഗറ്റീവ് ഇട്ടിട്ട് കൈനറ്റിക് എനർജിയുടെ അതേ ആൻസർ GMM/2R. ഇപ്പൊ ഓർത്ത് വെച്ച് ആൻസർ പറയണം. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ മാത്രം പറയുക. എന്താണ് ഇക്വേഷൻ? -GMM/R. അതറിയാം. ഇനി ആ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ 2 കയറിയാൽ അടുത്ത 2 ആയി. കൈനറ്റിക് എനർജി പോസിറ്റീവ് എഴുതണം, ടോട്ടൽ എനർജിയുടെ ആൻസർ എന്തുവാണ്? നെഗറ്റീവ് ആണ്. ഇനി ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എർത്താണ്. എർത്തിന് ചുറ്റുമല്ലേ സാറ്റലൈറ്റ് കറങ്ങുന്നേ. ഈ സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ സാറ്റലൈറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എർത്ത്, ബൗണ്ട് ടു എർത്ത് എന്നാണ് മീനിങ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോ നമ്മുടെ ഇലക്ട്രോൺ ഓർബിറ്റിൽ കറങ്ങുന്നു, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. അവിടെ ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ ഈ +2-ല്? അതിന്റെ ആൻസർ നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് കിട്ടിയാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് എന്ന് നമ്മൾ പഠിച്ചല്ലേ. അതുപോലെ നമ്മുടെ ഈ സാധനം എന്താണ്? ഇതാരാണ്? സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു എർത്ത് എന്നാണ് ടോട്ടൽ എനർജി നെഗറ്റീവ് എന്നതിന്റെ മീനിങ്. അപ്പൊ ഒന്ന് ചോദിക്കാം, പറയൂ. പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ മാത്രമേ എനിക്ക് വേണ്ടി പറയൂ. എന്താണ്? -GMM/R. ഇനി അടുത്ത രണ്ടെണ്ണത്തിന്റെ ആൻസർ പറയൂ. GMM/2R. അടുത്ത GMM/2R. ഇനി കൈനറ്റിക് എനർജിയുടെ പോസിറ്റീവ്, ടോട്ടൽ എനർജിയുടെ ആൻസർ നെഗറ്റീവ്. ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു എർത്ത്. ഇനി അടുത്തത് നമ്മൾ ആര് ചോദിച്ചാലും ഓർത്ത് വെച്ചാണോ. നോക്കൂ, ഇതിന്റെ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. ഇതിന്റെ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഒരു നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? കൈനറ്റിക് എനർജി കാണാൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസറിനെ നെഗറ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് /2 ഇട്ടാൽ മതി. ഓക്കെ, മറന്നു പോരുത്. കൈനറ്റിക് എനർജി കിട്ടാൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒരു നെഗറ്റീവ് ഇടുക. ഓക്കെ, ശരിയാവൂലേ? ഇതിന്റെ ആൻസറിൽ ഒരു നെഗറ്റീവ് ഇടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കൈനറ്റിക് എനർജി ആയി. ഇനി ടോട്ടൽ എനർജി കാണാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ആൻസറിൽ ഒരു നെഗറ്റീവ് ഇട്ടാൽ മതി. ഓക്കെ, ഓർത്ത് വെച്ചോണം. പറയൂ. പൊട്ടനെ അറിയാം, പൊട്ടനെ മറക്കരുത്. അബ്ദുള്ള, നിന്റെ പേര് മറക്കുവോ? മറക്കരുത്. അപ്പൊ മറക്കുകയും ചെയ്യരുത്. മറക്കുവോ? ഇല്ലെന്ന് നോക്കൂ. അപ്പൊ അബ്ദുള്ള പൊട്ടൻ ആദ്യം ഓർക്കേണ്ടത് എന്താണ്? പൊട്ടനെ. പൊട്ടന്റെ ആൻസർ അറിയാം. എന്താണ്? -GMM/R. ഇനി അടുത്തെന്താണ്? പൊട്ടൻ. അടുത്ത് കുട്ടൻ. കുട്ടനെ എങ്ങനെ കാണും? പറയൂ. കുട്ടനെ കാണാൻ പൊട്ടന്റെ പകുതി എന്നിട്ട് നെഗറ്റീവ് ഇടുക. അപ്പം പറയൂ. അപ്പൊ ആദ്യം പൊട്ടനെ ഓർക്കുക. അപ്പൊ പൊട്ടനെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് കുട്ടനെ കാണാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് പൊട്ടൻ/2. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പൊ ഇത്രയാണ് നമ്മുടെ അവിടെ ഇക്വേഷൻ. അപ്പോ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് യുവർ സാറ്റലൈറ്റ്? ഇതല്ലേ ടോട്ടൽ എനർജി ഓഫ് യുവർ സാറ്റലൈറ്റ്. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിന് ഇത്രയും എനർജി കാണും. ഈ സാറ്റലൈറ്റിനെ അവിടെ നിന്ന് ചാടിക്കണമെങ്കിൽ നിങ്ങൾ എത്ര എനർജി കൊടുക്കും? സാറ്റലൈറ്റിനുള്ള എനർജി -GMM/2R ആണ്. അപ്പൊ ആ സാറ്റലൈറ്റിനെ അവിടെ നിന്ന് വെളി ചാടിക്കണമെങ്കിൽ നിങ്ങൾ +GMM/2R എനർജി കൊടുക്കണം. അപ്പൊ അതിന്റെ എനർജി എത്രയാവും? ടോട്ടൽ എനർജി 0 ആവും. അപ്പൊ സാറ്റലൈറ്റിനെ ഓർബിറ്റിൽ നിന്ന് വെളി ചാടിക്കാം. അപ്പൊ ഈ എനർജിയെ, ഈ വെളി ചാടിക്കാൻ വേണ്ടിയുള്ള എനർജിയായ +GMM/2R എന്തോ ഒരു പേരിൽ വിളിക്കുമല്ലോ, ബൈൻഡിങ് എനർജി എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ബൈൻഡിങ് എനർജി. അപ്പൊ എന്താണ്? സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി പറ. -GMM/2R അല്ലേ? അപ്പൊ +GMM/2R കൊടുത്താൽ സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി 0 ആവും. സാറ്റലൈറ്റിനെ വെളി ചാടിക്കാം. ഈ വെളി നമുക്ക് വേണ്ടി വരുന്ന എനർജി +GMM/2R അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. എന്താ പറയുക? ബൈൻഡിങ് എനർജി. നേരെ നോക്കണം, ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന അടുത്ത ഒരു സെക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അതും റെഗുലർ ആയിട്ടുള്ള പ്രോബ്ലംസ് അതിൽ നിന്ന് ചോദിക്കുന്ന സെക്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചാപ്റ്റർ തീരാറായി. നോക്കൂ, അടുത്ത് എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്? എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്? പറയും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. പിന്നെ വേറെ പേരുണ്ടല്ലോ, സിങ്ക്രോണസ് സാറ്റലൈറ്റ്.
സിങ്ക്രോണസ് സാറ്റലൈറ്റ്. എന്താണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ? എർത്തിൽ നിന്ന് നോക്കിയാൽ സ്റ്റേഷണറി ആയിട്ട് ഫീൽ ചെയ്യുന്ന സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് ജിയോ സ്റ്റേഷണറി. ഇനി അടുത്ത, എർത്ത് അതിന്റെ സ്വന്തം ആക്സിസിൽ ഒരു പ്രാവശ്യം കറങ്ങി വരാൻ 24 hours എടുക്കും. അപ്പൊ എർത്ത് ഈ 24 hours കൊണ്ട് ഈ കറങ്ങുമ്പോൾ ഒരു സാറ്റലൈറ്റ് എർത്തിന്റെ കൂടെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കും 24 hours കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എർത്തിൽ നോക്കുന്ന ഈ മൈക്കിന് എന്ത് തോന്നും? ഈ സാധനം എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നതായിട്ടല്ലേ ഫീൽ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഈ സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അല്ലെങ്കിൽ സിങ്ക്രോണസ് സാറ്റലൈറ്റ്. അവിടെ ഒരു കാര്യം സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നു. എന്താണ്? എർത്തിന്റെ ടൈം പീരിയഡ് ഓഫ് റൊട്ടേഷനും സാറ്റലൈറ്റിന്റെ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷനും 24 hours ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള സാറ്റലൈറ്റിനെ പറയുന്ന പേര് സിങ്ക്രോണസ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. മലയാളത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ എർത്തിന്റെ ആക്സിസിൽ ഒരു പ്രാവശ്യം കറങ്ങി വരാൻ 24 hours എടുക്കും. എർത്തിന്റെ ചുറ്റും ഒരു സാറ്റലൈറ്റ് കൂടെ കറങ്ങി വരാണ്. ആ സാറ്റലൈറ്റിന് 24 hours എടുക്കുമെങ്കിൽ എർത്തിൽ നിന്ന് നോക്കുന്ന ആളിന് ആ സാറ്റലൈറ്റ് അനങ്ങുന്നില്ല എന്നേ ഫീൽ ചെയ്യൂ. അങ്ങനെയുള്ള സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അല്ലെങ്കിൽ സിങ്ക്രോണസ് സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്ന ഈ ഓർബിറ്റിനെ പാർക്കിംഗ് ഓർബിറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? പാർക്കിംഗ് ഓർബിറ്റ്. ഇനി ഈ സാറ്റലൈറ്റ് നമ്മൾ ഇന്ന് എത്ര ഹൈറ്റിലാണെന്ന് ചോദിച്ചാൽ അറൌണ്ട് 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ്. എത്രയാ? 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ്. ഇനി ഇതിന്റെ ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. നമ്മൾ പഠിച്ചല്ലേ, ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. അപ്പൊ എന്താണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മൾ കറങ്ങുന്നത് ഇങ്ങനെ, ഇത് പോളിന് ചുറ്റും ആയിരിക്കും ഇങ്ങനെ കറങ്ങുന്നതാണോ? സമ്മതിച്ച്? ഇതാണ് പോൾ, ഇവിടെയാണ് പോൾ ഇരിക്കുന്നത്? അല്ല. അപ്പൊ ഇത് എന്താണ്? ഇങ്ങനെ ഇക്വേറ്ററിനെ ചുറ്റിയായിരിക്കും ഇങ്ങനെ കറങ്ങി വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇത് കറങ്ങുന്നത്. അപ്പൊ എർത്ത് ഇങ്ങനെ കറങ്ങുന്നു, സാറ്റലൈറ്റ് ഇങ്ങനെ കൂടെ വരുന്നു. ഓക്കെ, ഈ സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഓർ സിങ്ക്രോണസ് സാറ്റലൈറ്റ്. So what is the time period? 24 hours. What is the height from Earth surface to the satellite? 36,000 kilometer. Then orbit is known as parking orbit. What is the purpose of using such a satellite? They are used for telecommunication purpose. ഇനി നമ്മുടെ പോള്, എർത്തിന്റെ പോള്, നമ്മുടെ പോള് ഇതും അല്ലേ? അപ്പൊ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുകയാണെങ്കിലോ ഈ സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് പോളാർ സാറ്റലൈറ്റ്. എന്താ പറയുക? പോളാർ സാറ്റലൈറ്റ്. പോളാർ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇത് ഒരു വളരെ അടുത്താണ് കറങ്ങുന്നത്. 500 to 800 കിലോമീറ്റർ ഹൈറ്റിലാണ് കറങ്ങുന്നത്. ഓക്കെ, സോ ഇനി ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് നമുക്കറിയാം. വെതർ ഫോർകാസ്റ്റിങ്ങിന്, എൻവയോൺമെന്റൽ സ്റ്റഡീസിന്, മിനറൽസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി, സ്പൈ വർക്കിനൊക്കെയാണ് ഈ സാറ്റലൈറ്റ്, പോളാർ സാറ്റലൈറ്റിനെ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണം. ഇത് ഒരു പ്രാവശ്യം എർത്തിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ അറൌണ്ട് 100 മിനിറ്റ് എടുക്കും. 100 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു 1.5 മണിക്കൂർ ഒരു ശകലം കൂടെ മതി. അത്ര സമയം കൊണ്ട് എർത്തിന് ചുറ്റും കറങ്ങി വരും. അപ്പൊ വളരെ പതുക്കെയാണോ കറങ്ങുന്നത്? സ്പീഡിലാണോ? ഫാസ്റ്റ് ആയിട്ടാണ് കറങ്ങുന്നത്. നല്ല പറന്നാണ് കറങ്ങുന്നത്. അപ്പൊ നല്ല കത്തിച്ച് വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങും. എർത്താണെങ്കിൽ അതിന്റെ ആക്സിസിൽ ചുറ്റും ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പൊ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എർത്ത് അതിന്റെ അടിയിൽ കിടന്ന് കറങ്ങുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? മേലിൽ നിന്ന് നോക്കുന്ന ഈ സാറ്റലൈറ്റിന് എർത്തിന്റെ സർഫസിൽ എല്ലായിടവും വ്യൂ കിട്ടും. അതാണ് ഉപയോഗം ഈ സാറ്റലൈറ്റിന്റെ. ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ സച്ച് എ സാറ്റലൈറ്റ് ഈസ് കോൾഡ് പോളാർ സാറ്റലൈറ്റ്. അപ്പൊ പോളാർ സാറ്റലൈറ്റ് orbit round poles at a height of 500 to 800 kilometer from Earth's surface. What is the time period of revolution? Around 100 minutes. Okay, then ഇതിന്റെ യൂസ് എന്താണ്? എൻവയോൺമെന്റൽ സ്റ്റഡീസ്, വെതർ ഫോർകാസ്റ്റിംഗ്, പിന്നെ മിനറൽസ് ലൊക്കേറ്റ് ചെയ്യുക, സ്പൈ വർക്കിനൊക്കെയാണ്. ഓക്കെ ആണേ. ഇനി അടുത്ത് ഞാൻ ചോദിക്കാം, ജിയോ സെൻട്രിക് മോഡൽ കൊണ്ടുവന്നാരാണ്? ജിയോ സെൻട്രിക് മോഡൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രൽ ആരായിരിക്കുന്നത്? സൺ അല്ലേ? അപ്പൊ സൺ ആണ് ഇരിക്കുന്നത്. അപ്പൊ ഓരോ സാധനങ്ങളും അതിന് ചുറ്റും കറങ്ങി വരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ മോഡലിനെ ഹീലിയോ സെൻട്രിക് മോഡൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മോഡലിന്റെ പേരെന്താണ്? ഹീലിയോ സെൻട്രിക് മോഡൽ എന്നാണ്. അത് കൊണ്ടുവന്നത് കോപ്പർനിക്കസ് ആണ്. അപ്പൊ സൺ ആണ് സെന്ററിൽ. സണ്ണിനകത്ത് ഹീലിയവും ഹൈഡ്രജനും ഒക്കെ അല്ലേ കൂടുതലുള്ളൂ. അപ്പൊ ഹീലിയോ സെൻട്രിക് മോഡൽ കൊണ്ടുവന്നതാരാണ്? കോപ്പർനിക്കസ് ആണ്. ഇനി സണ്ണല്ല, എർത്താണ് സെൻട്രൽ എന്ന് ഒരുത്തം പറഞ്ഞു. ആ മോഡൽ കൊണ്ടുവന്നാരാണ്? ടോളമി ആണ്. ആരാണ്? ടോളമി. ആ മോഡലിന്റെ പേരാണ് ജിയോ സെൻട്രിക് മോഡൽ, എർത്ത് സെൻട്രിക് മോഡൽ. അതൊക്കെ ഓർമ്മയിലിരിക്കും. ഇനി നമുക്കൊരു ശകലം കൂടെ ഉള്ളൂ. നമ്മുടെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് കെപ്ലേഴ്സ് ലോസ്? കെപ്ലറിന് എത്ര ലോ ഉണ്ട്? 3 ലോ. ആദ്യത്തെ ലോയെ ലോ ഓഫ് ഫസ്റ്റ് ലോ, പിന്നെ പറയുന്ന പേര് ലോ ഓഫ്
ഓർബിറ്റ്സ് എന്നാണ്. ലോ ഓഫ് ഓർബിറ്റ്സ്. സെക്കൻഡ് ലോ എന്താണ്? പിന്നെ അടുത്ത തേർഡ് ലോയ്ക്ക് എന്തോ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഹാർമോണിക് ലോ. ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ ഇത് എല്ലാം ഒന്ന് പറയാം. ഫസ്റ്റ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർബിറ്റ് ഓഫ് എ സാറ്റലൈറ്റ്, ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ്, സാറ്റലൈറ്റ് അല്ല പ്ലാനറ്റ്, ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ്, ഓർബിറ്റ് ഓഫ് പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ്. ഒരു പ്ലാനറ്റ് കറങ്ങുന്നത്, പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും. പ്ലാനറ്റ് ഈ പാത്തിലൂടെയാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാനറ്റ്. സൺ എവിടെ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഈ ഫോക്കസിലായിരിക്കും അല്ലെങ്കിൽ ആ ഫോക്കസിലായിരിക്കും. അപ്പൊ സൺ ഇവിടെയോ അല്ലെങ്കിൽ അപ്പുറത്തോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ മോഡൽ ഇതാണ് ഏത് ലോ? ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ്സ്. അപ്പൊ എന്താണ്? വാട്ട് ഈസ് ഫസ്റ്റ് ലോ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു ആരാണ് പ്ലാനറ്റ് കറങ്ങുന്നത്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. സൺ എവിടെ കാണും? ഏതെങ്കിലും ഒരു ഫോക്കസിൽ കാണും. ഈ ഫോക്കസുകൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണം. സോ ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. ഇതാണ് ഫസ്റ്റ് ലോ. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. അടുത്തത് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയ്ക്ക് ലോ ഓഫ് ഏരിയാസ് എന്നാണ്. ലോ ഓഫ് ഏരിയാസ് ഞാൻ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. എന്താണ് ലോ ഓഫ് ഏരിയാസ്? ഇതാണ്ടേ, ഇത് നമ്മുടെ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റിനെയും സണ്ണിനെയും ജോയിൻ ചെയ്തു. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാനറ്റ് ഇവിടെ എത്തി. ഒരു ഏരിയ കിട്ടിയില്ലേ? ഇനി അടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്ലാനറ്റ് ഇവിടെ എത്തി. ഇപ്പോഴും ഒരു ഏരിയ കിട്ടിയില്ലേ? അടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്ലാനറ്റ് ഇവിടെ എത്തി. അപ്പോഴും ഒരു ഏരിയ കിട്ടിയില്ലേ? ഈ ഏരിയാസ് എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് ഏത് ലോ? സെക്കൻഡ് ലോ. എന്താണ്? ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ടു സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. നിങ്ങൾ അങ്ങനെയല്ലേ പഠിച്ചേ? പ്ലാനറ്റിനെയും സണ്ണിനെയും ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സ്വീപ്പ് ചെയ്ത് പോകുന്നു. സ്വീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏരിയാസ് ഈക്വൽ ആണെന്ന് ഒരേ ഇന്റർവെല്ലിൽ. അപ്പോ ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഏരിയാസ്. ഓർ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് വേറൊരു സ്റ്റേറ്റ്മെന്റ്. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഓർത്ത് വെച്ചോണം. സോ വാട്ട് ഈസ് സെക്കൻഡ് ലോ? The line joining planet to sun sweeps equal areas in equal intervals of time. ഇനി അടുത്ത ലോ, തേർഡ് ലോ അല്ലെങ്കിൽ ഹാർമോണിക് ലോ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. എന്താണ് പറയുക? അല്ലെങ്കിൽ ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയും. ലോ ഓഫ് പീരിയഡ്സ് അല്ലെങ്കിൽ ലോ എന്താണ് അടുത്ത പേര്? ഹാർമോണിക് ലോ. ഹാർമോണിക് ലോ. ഇങ്ങനെ പേരുകൾ അതിനുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. നോക്കൂ, ഇതൊരു എലിപ്സ് ആണ്. എലിപ്സിന് 2 ആക്സിസ് ഉണ്ട്. ഇതാണ് മേജർ ആക്സിസ്, ഇതാണ് മൈനർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ഹാഫിനെ സെമി മേജർ ആക്സിസ് എന്ന് പറയും. മൈനർ ആക്സിസിന്റെ പകുതിയെ സെമി മൈനർ ആക്സിസ് എന്ന് പറയും. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇതാണ് എന്തോന്ന്? എലിപ്സ്. എലിപ്സിന്റെ ഈ വരച്ചിരിക്കുന്ന സാധനം എന്താണ്? മേജർ ആക്സിസ്. ഈ വരച്ചിരിക്കുന്നത് മൈനർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ഹാഫിനെ സെമി മേജർ ആക്സിസ് എന്ന് പറയും. മൈനർ ആക്സിസിന്റെ ഹാഫിനെ സെമി മൈനർ ആക്സിസ് എന്ന് പറയും. ഇതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ടൈം പീരീഡ് കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? T² പ്രപ്പോർഷണൽ ടു R³ എന്ന് വന്ന ഓർമ്മയുണ്ടോ? T² പ്രപ്പോർഷണൽ ടു R³. ഈ ലോയെ വിളിക്കുന്ന പേരാണ് തേർഡ് ലോ ഓർ ലോ ഓഫ് പീരിയഡ്സ്. അപ്പൊ എന്താണ്? സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഓഫ് എ പ്ലാനറ്റ്. Square of time period of a planet is proportional to cube of semi-major axis എന്നാണ്. എന്താണ്? Square of time period of a planet is proportional to cube of semi-major axis. ഈ ലോയെ വിളിക്കുന്ന പേരാണ് തേർഡ് ലോ. അപ്പോൾ ഓർമ്മയിൽ കൊണ്ടുവരാം ഒന്നും കൂടെ. എന്തൊക്കെയാണ്? എത്ര ലോയുണ്ട്? കെപ്ലർ കൊണ്ടുവന്ന എത്ര ലോയുണ്ട്? 3 ലോ. ആദ്യത്തെ ലോയുടെ വേറൊരു പേര് ലോ ഓഫ് ഓർബിറ്റ്സ്. അടുത്ത ലോയുടെ പേര് ലോ ഓഫ് ഏരിയാസ്. ഇനി അടുത്ത തേർഡ് ലോയുടെ പേര് ലോ ഓഫ് പീരിയഡ്സ് ഓർ ഹാർമോണിക് ലോ. ഇനി ആദ്യത്തിനകത്ത് എന്താണ് പറയുന്നത്? ചുമ്മാ ഓർക്കുക, പ്ലാനറ്റ് കറങ്ങുന്നത് എന്ത് പാത്തിലാണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. സൺ ഏതെങ്കിലും ഒരു ഫോക്കസിൽ കാണും. ഓക്കെ, ഇനി അടുത്തെന്താണ്? പ്ലാനറ്റിനെയും സണ്ണിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സ്വീപ്പ് ചെയ്തു പോകും ഒരേ ഏരിയാസ്, ഒരേ ഇന്റർവെല്ലിൽ. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് സെക്കൻഡ് ലോ. ഇനി തേർഡ് ലോ എന്താണ്? സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ആണ് എന്തിന്?
ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസിന്. അപ്പൊ ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് പീരിയഡ്സ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. ഓക്കെ, ഇനി ഞാനൊന്ന് ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ്ട് ഇത് നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലേടെ. അപ്പൊ നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. സൺ ഇവിടെയാണെന്ന് ഇരിക്കട്ടെ, സൺ ഇവിടെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാനറ്റ് ചിലപ്പോൾ ഇവിടെയും വരാം, ഇവിടെയും വരാം, അല്ലെങ്കിൽ ഇവിടെയും വരാം. കറക്കത്തില് പ്ലാനറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്ന സമയത്ത് ഇവിടെയും വരാം, അവിടെയും വരാം. ഈ പൊസിഷനെ പെരിഹീലിയൻ എന്ന് പറയും. പെരിഹീലിയൻ. ആ പൊസിഷനെ എ എന്ന് പറയും. അപ്ഹീലിയൻ എന്നാണ് പറയുക. അപ്ഹീലിയൻ. അപ്പൊ പെരിയവരാണ് ഈ ഇരിക്കുന്നത്. പെരിയവരുടെ അടുത്ത് വരുന്ന പൊസിഷനെ പറയുന്ന പേര് പെരിഹീലിയൻ. ഇനി ദൂരെ ഇരിക്കുന്ന പൊസിഷന്റെ പേര് അപ്ഹീലിയൻ. കുളമാക്കരുത്. ഇതാരാണ്? സൺ ആണ്. സൺ പെരിയവരല്ലേ? പെരിയവരുടെ അടുത്താണ് നമ്മുടെ പ്ലാനറ്റ് എത്തിയെങ്കിൽ ഈ പൊസിഷനെ പറയുന്ന പേരാണ് പെരിഹീലിയൻ. ഇനി പെരിയവരിൽ നിന്ന് ദൂരെയുള്ള പൊസിഷന്റെ പേരാണ് അപ്ഹീലിയൻ. ഓർത്തു വയ്ക്കണം. ഇനി സാറ്റലൈറ്റിൽ ഒരു ഓബ്ജക്റ്റിന് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? സാറ്റലൈറ്റിൽ ഒരു ഓബ്ജക്റ്റിന് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. എന്താ കാര്യം? നിങ്ങൾ ആസ്ട്രോണോട്ട്സ് ഒക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നതിന് കാരണം എന്താണ്? സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങാൻ വേണ്ടി സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ അതിനകത്ത് ഒരു സാധനം ഇരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സാധനം. ഒരു പെട്ടി കൊണ്ടുപോയി. ആ പെട്ടിക്ക് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? പെട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അല്ലേ. ആ ഫോഴ്സ് ആ പെട്ടിക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. സോ ഓബ്ജക്ട്സ് എക്സ്പീരിയൻസ് വെയിറ്റ്ലെസ്നെസ്. സോ വൈ ഓബ്ജക്ട്സ് എക്സ്പീരിയൻസ് വെയിറ്റ്ലെസ്നെസ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? പറയൂ. വെയിറ്റ് ഓഫ് ഓബ്ജക്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. വെയിറ്റ് ഓഫ് ഓബ്ജക്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ ഓബ്ജക്ട് എക്സ്പീരിയൻസ് വെയിറ്റ്ലെസ്നെസ്. അങ്ങനെ നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അതിന്റെ പ്രോബ്ലംസ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ഓക്കെ.